ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയും ആദർശും കൂടി ദേവയാനിയെക്കുറിച്ച് റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശേട്ടൻ ഒരിക്കലും തന്നെ മരുമകളായിട്ട് അംഗീകരിക്കാത്തതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നയന ഇങ്ങനെ പറയുമ്പോൾ, ഇന്ന് ഞാനാണ് തെറ്റ് ചെയ്തത്, ഒരു കാരണവശാലും ഇന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നെ നീയാണ് ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അമ്മയുടെ സ്വഭാവം അത് നിനക്കും അറിയാലോ, വെറുതെ അമ്മമാരുമായിട്ട് മത്സരിക്കണ്ടെന്നൊക്കെ ആദർശ് പറയാം. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെ നല്ലതെന്നൊക്കെ. ഞാൻ അതിനാ ആദർശേട്ടാ ശ്രമിക്കുന്നത്, ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു നമ്മുടെ നയന. അതും പറഞ്ഞ് നയന അങ്ങ് പോയി. അപ്പോഴേക്കും ആദർശിന് സന്തോഷമായിട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയാണ്. മുത്തശ്ശി തൻ്റെ കയ്യിലുള്ള ഒരു മാല എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു മുത്തശ്ശനെ. ഇത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കണ്ടേ, അനാമിക മോൾക്ക് ഇടേണ്ട മാലയാണെന്നൊക്കെ മുത്തശ്ശി പറയുമ്പം പിന്നെ പൂജിക്കണ്ടേ എന്ന് ചോദിച്ചു. പിന്നെ പൂജാരി എത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനയെ കണ്ടപ്പോൾ മുത്തശ്ശൻ, പൂജാരിയോ എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലിപ്പോൾ പൂജകളൊക്കെ ചെയ്യുന്ന മോളല്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു മുത്തശ്ശി. മോളെ ദേ, ഇത് അനാമികയ്ക്ക് കൊടുക്കാനുള്ള മാലയാ, ഇത് പൂജാമുറിയിൽ വെച്ചിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ എടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ശരി, ഈ ഡിസൈൻ ഏതാണെന്ന് മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ദേ നമ്മുടെ നയന ഇങ്ങനെ നോക്കുന്നു. നയന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും മനസ്സിലായില്ല. ദേ, ഇത് ഈ മാല ഇളയ കൊച്ചുമോൻ ഇടാൻ പോകുന്ന മാലയാണെന്ന് പറഞ്ഞു. അപ്പം നയനയ്ക്ക് സന്തോഷമായി കേട്ടോ. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ മോളേന്ന് ചോദിച്ചപ്പം, അല്ല, ഞാൻ ഇങ്ങനെ ഒരു മാല അനാമികയുടെ കഴുത്തിൽ അണിയിടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നയന പറയൂ കേട്ടോ. അപ്പം നമ്മളൊക്കെ ദൈവത്തെ ഒരുപാട് വിളിക്കുന്നവരാ, അതുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്നത് അതേസമയം മറ്റൊരാളുടെ മനസ്സിൽ വന്നെന്നിരിക്കുമെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുക. അതൊരു തരം ഒരു മനസ്സിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജലജ പുറത്തുനിന്ന് കാണുന്നു. നമ്മുടെ കല്യാണ സദ്യയൊക്കെ പിള്ളേച്ച റെഡിയാക്കിക്കോളും, അതുപോലെ സ്റ്റേജ് ഡെക്കറേഷനും മറ്റും മോളെയും ആദർശിനെയും ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്ന് ആദർശം പറഞ്ഞു. ദേ, ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞു നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം നയന അതുകൊണ്ട് പൂജാമുറിയിലേക്ക് പോയി. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ ഇരുന്ന് നയനെക്കുറിച്ച് പറയുകയാണ്. ദേ, എന്തായാലും ഇത്ര മനസ്സിൽ നന്മയുള്ള മോളെ ദേവേനെ അറിയുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം, അറിഞ്ഞിട്ടും അവൾ അറിഞ്ഞതൊന്നും പറയാത്തതല്ലേന്ന് ചോദിച്ചു. ഇത്രയും നന്മയുള്ളൊരു മോളെ ഈശ്വരൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന് കൊണ്ടു തന്നത്, അത് നമ്മുടെ കുടുംബത്തിൻ്റെ നിധിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം ജലജ പുറത്തുനിന്ന് കേൾക്കുക കേട്ടോ. അന്ന് ആ വിഘ്നേശ്വരനുമായ നയന ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായി നയനയെ കാണുന്നത്. അതൊരു വലിയ നിമിത്തമായിട്ട് എനിക്ക് തോന്നുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ആദർശിൻ്റെ കല്യാണ ദിവസം അരങ്ങേറിയ നാടകങ്ങളൊക്കെ മോളെ നമുക്ക് തരാൻ വേണ്ടി നമ്മുടെ ഗുരുക്കന്മാരും കുടുംബദൈവങ്ങളും പിന്നെ വിഘ്നേശ്വരനും കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ എന്ന് പറയുന്നു മുത്തശ്ശൻ. നമ്മുടെ ബന്ധത്തിലും ഈ നാട്ടിലും ഇതുപോലൊരു മരുമകൾ വന്നിട്ടുണ്ടാവില്ല എന്ന് മുത്തശ്ശിയും പറയുക. ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് രക്തം തിളയ്ക്കുവാണ്. എന്നിട്ടത് ദേവയാനിക്ക് മനസ്സിലാവാത്തതാണ് എൻ്റെ സങ്കടം. അപ്പോൾ അവളത് മനസ്സിലാക്കും, പക്ഷേ അത് അവളുടെ വാർദ്ധക്യത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. ജലജ ഇതൊക്കെ കേട്ട് ഇറഞ്ഞ തുള്ളി അങ്ങ് പോവുകയാണ്. നയന ഇതൊന്നും അറിയുന്നില്ല. പാവം പൂജാമുറിയിൽ ചെന്ന് പൂജയ്ക്ക് എല്ലാം ചെയ്ത് ആ ഒരു മുത്തശ്ശൻ തന്ന സാധനം അവിടെ വെക്കുന്നു. അപ്പോൾ ഇത് തുറന്നു വെച്ചാൽ പൂജിക്കുന്നത്. ഈ സമയത്താണ് ജലജ ഇത് വന്ന് കാണുന്നത്. ജലജ ഇത് വന്ന് കണ്ടിട്ട് ഇതൊരു 10-20 പവൻ കാണുമല്ലോ, ആദർശാഭിയൊന്നും ഇത്ര വലിയ മാലയല്ല അവളുമാർക്ക് കൊടുത്തത്, സാധാരണ പെൺവീട്ടുകാരാ ഇങ്ങനെ സ്വർണ്ണമൊക്കെ വാങ്ങി കൂട്ടുന്നത്, ഇവിടെയെല്ലാം തിരിച്ച, ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ജലജ നിൽക്കുകയാണ്. ഈ സമയം ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അനാമിക, എനിക്ക് ഒട്ടും താല്പര്യമില്ല, എങ്കിലും ഈ കല്യാണം തടസ്സമൊന്നും കൂടെ നടക്കണേ, അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ നടക്കണേ, ഇതൊക്കെ പറഞ്ഞ് നയന പ്രാർത്ഥിച്ച മാല അവിടെ വെച്ചിട്ട് പൂജാമുറിയിൽ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ജലജ പൂജാമുറിയിൽ കയറി ആ മാല അങ്ങ് എടുത്തു. എന്തായാലും ഇനി ഈ മാല വെച്ച് വേണം കളിക്കാൻ, അവളെയും അവളുടെ മക്കളെയും ഇവിടെ നിന്ന് പുറന്തള്ളാൻ കിട്ടുന്നൊരു അവസരമാണെന്നും പറഞ്ഞ് ജലജ, എടി കനകെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി, ഒരു വെടിക്ക് 2 പക്ഷിയെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. മാലക്കള്ളി എന്ന് മുദ്ര കുത്തി നിന്നെയും നിന്റെ മക്കളെയും ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ജലജ ഇവരെ മാലക്കള്ളിയാക്കാനുള്ള പരിപാടി ഒപ്പിക്കുന്നു. എന്നിട്ട് ആരും അറിയാതെ പതുക്കെ നമ്മുടെ ജലജയുടെ ബാഗിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ബാഗ് എടുത്ത് അടിയിലേക്ക് വെച്ചു. എന്തായാലും ആ മാല കാണാതെ വരുമ്പോൾ അന്വേഷിക്കുമല്ലോ, അന്വേഷിച്ച് അതിനകത്ത് ഇരിക്കുന്നത് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇതൊക്കെ ചെയ്യും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന അനാമികയും അനിയയുമാണ്. 2 പേരും കൂടി ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കിടാനുള്ള സ്വർണ്ണമാല ഇന്നലെ പൂജയ്ക്ക് വെച്ചായിരുന്നോ എന്ന് അനാമിക ചോദിച്ചു. അപ്പോൾ വെച്ചു എന്ന് പറഞ്ഞു. ആ മാല ഇനി എൻ്റെ കഴുത്തിൽ നീ ഇടുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അനാമിക. അത് കേട്ട് അനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, ആ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു.
എന്ത് നല്ല മുത്തച്ഛനും മുത്തശ്ശിയാടാ നിന്റെ, അവരെ പോലെയുള്ളവരെ കിട്ടാനേ പുണ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്കത് മനസ്സിലായല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ നന്ദു ഫ്രണ്ട്സും വരുന്നു. നന്ദു ഫ്രണ്ട്സും വന്ന് അവരുടെ അപ്പുറം വന്നിരിക്കും കേട്ടോ. അപ്പോൾ അനാമിക നന്ദുവിനെ കണ്ടു. പെട്ടെന്നാണ് ഇവർ നോക്കുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവർ പരസ്പരം കണ്ടു. ആ സമയത്ത് വല്ലാതെയായി. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുവേ അനി അറിയാതെ ചിരിക്കും. ഇതൊക്കെ അനാമിക ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോൾ വന്നാലും മണത്തറിഞ്ഞതുപോലെ അവളും എത്തുമല്ലോ ഫ്രണ്ട്സിനൊപ്പം. എന്ന് പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ഇരിക്കുന്നു. അനി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്നും ഇവരുടെ മുന്നിൽ വന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ പറയും അപ്പോൾ മനസ്സിൽ. എന്നിട്ട് ഇവരിങ്ങനെ ചിരിച്ച് കാണിക്കുന്നു. ചിരിച്ച് കാണിച്ചപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അനാമിക. ആഹാ, കല്യാണത്തിന് മുമ്പ് രണ്ടാളും മാക്സിമം ചുറ്റിയടിക്കാല്ലെന്ന് നന്ദു ചോദിച്ചപ്പം അനിയാ പറഞ്ഞതൊന്ന് കാണണം എന്ന്. അനിയൻ ഞാനൊന്ന് ഫിറ്റാക്കി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ കല്യാണമൊക്കെ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സിനൊന്നും വരുന്നില്ല എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഗുരുവാ നന്ദു എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടുകാർ പറയാം കേട്ടോ. ഇതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വരാം എന്ന് അനാമിക. ആയിക്കോട്ടെ എന്ന് നന്ദുവും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ആകരുതായിട്ടിരിക്കുക. അപ്പം അനിയെ ശ്രദ്ധിക്കുകയാണ് അനാമിക. നീ എന്താടി ഇങ്ങനെ പറയുന്നേ എന്ന് കൂട്ടുകാരൻ നന്ദുവിനോട് ചോദിച്ചപ്പോൾ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിനിടയിലേക്ക് വരരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ കല്യാണത്തിന് അനിയെ ഒരുക്കുന്നത് നമ്മളാ. അവനത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം അവരൊക്കെ വലിയ പണക്കാരല്ലേ, അതൊക്കെ വലിയ ബ്യൂട്ടീഷ്യന്മാർ ചെയ്തോളൂ എന്ന് നന്ദു പറയാം. എന്നാലും നമ്മൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂട്ടുകാർ. അവൻ്റെ കല്യാണം എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണമെന്നൊക്കെ ഇവർ പറഞ്ഞപ്പം നോക്കാമെന്ന് പറഞ്ഞു നന്ദു. അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനി അവരെ തന്നെ ശ്രദ്ധിക്കുന്നത് ഈ അനാമിക ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് അനാമികയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. നമ്മളെന്തിനാ പോകുന്നത്? പോണം, പോയേ പറ്റൂ. എന്താ അനാമിക ഇത്, ഇച്ചിരി വിഷയമുണ്ട്, പോകണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക അനാമിക. ഇത്തരം സംസാരങ്ങൾ നിർത്തണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. പിന്നെയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വിവാഹത്തിന് മുമ്പും ശേഷവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടായിരിക്കുമെന്ന് അനി പറഞ്ഞു. ഇത് കേട്ടപ്പോഴും അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞ് അനി ദേഷ്യത്തോടെ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അനാമികയ്ക്ക് ഇപ്പോൾ ഒന്നും പാടില്ലാത്തൊരവസ്ഥ. അങ്ങനെ അവർ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന പൂജാമുറിയിൽ കയറുന്നു, വിളക്ക് കൊളുത്തുന്നു, പ്രാർത്ഥിക്കുന്നു, അതുപോലെ ഇതെല്ലാം നോക്കുന്നു. മാല തുറന്ന് നോക്കിയപ്പോൾ മാല കാണുന്നില്ല. നമ്മുടെ നയന ഞെട്ടി. മാല അതിനകത്തില്ല. അപ്പോൾ മാല ഇതിലില്ലെന്ന് നയന പറഞ്ഞപ്പോൾ മോൾ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു മുത്തശ്ശി. അപ്പം ഞാൻ ഈ ബോക്സിൽ തന്നെയാണ് വെച്ചത്, അത് പിന്നെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുന്നു കേട്ടോ. അപ്പോൾ വിഷമിക്കാതെ നോക്കും മോളെ, അത് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പോൾ ഇവിടെയൊന്നും ഇല്ല മുത്തശ്ശ, സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ കയ്യിൽ എന്തിനാ അമ്മ അത് കൊടുത്തു വിട്ടത്? അനിയുടെ കല്യാണമല്ലേ, അപ്പോൾ ജാനകിയുടെ കയ്യിലല്ലേ അത് കൊടുക്കേണ്ടതെന്ന് ദേവയാനി പറയുമ്പം അതെന്താ ഏട്ടത്തി അങ്ങനെ പറയുന്നേ? ഇവിടെ ഇപ്പോൾ എല്ലാ പൂജകളും ചെയ്യുന്നത് മോളല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടിപ്പോൾ മാല എവിടെയാണെന്ന് ചോദിച്ചു. ദേവയാനി കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ടെൻഷൻ അടിക്കാം. അപ്പം നയന ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു. ദേവയാനി തുള്ളിച്ചാടി എന്നേരത്തേക്ക് അങ്ങ് പോയി. അപ്പം നയന നിന്ന് കരയുക. സാരമില്ല മോളെ, നമുക്ക് നോക്കാം, അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മോൾ ഇതിവിടെ കൊണ്ടുവച്ചത് കൊണ്ട് മോളെ പഴി ചാരാനായിട്ട് ശ്രമിക്കും, പ്രത്യേകിച്ച് മോളെ ഇഷ്ടമല്ലാത്തവർ. അതുകൊണ്ട് മോള് തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ തന്നെ ദൈവങ്ങൾക്കും അറിയാം. അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അപ്പോഴേക്കും നയനതെ ഭഗവാന്റെ മുന്നിൽ നിന്നും മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുക അത് കിട്ടണേ എന്നുള്ളത്. ആ സമയത്ത് ദേവയാനി ഓടി ആദർശിൻ്റെ അടുത്തേക്ക് പോയി. മോനെ, പൂജാമുറിയിൽ വെച്ചിരുന്ന അനാമികയുടെ താലിമാല കാണുന്നില്ലെന്നും പറഞ്ഞു. കാണുന്നില്ലേ? അതെവിടെ പോയി എന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ദേവയാനി പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മയും മോനും കൂടെ ഇറങ്ങി വന്നു, അതായത് ജലജയും മോനും കൂടി. എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചു. അപ്പോൾ പൂജിക്കാൻ വെച്ച മാല കാണുന്നില്ല ജലജ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് പിന്നെ എവിടെ പോയി എന്ന് ജലജ ഒന്നും അറിയാത്തതുപോലെ ആദർശ് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എന്തായാലും ഈ വീട്ടിലുള്ളവരറിയാതെ ആ മാല എങ്ങും പോകില്ല എന്ന് ജലജയും അന്നേരം തറപ്പിച്ചു പറയുന്നു. മാല മോഷ്ടിക്കാൻ എന്തായാലും പുറത്തുനിന്ന് ആരും അകത്തേക്ക് വന്നിട്ടില്ല, അത് ഉറപ്പാണെന്നൊക്കെ ജലജ പറയുന്നു. അപ്പോൾ ജലജ കൊളുത്തി അങ്ങോട്ടാണ് പോണത്. അപ്പോഴേക്കും മുത്തശ്ശന് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. മാല കിട്ടിയോ അമ്മേ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പൂജാമുറിയിൽ എവിടെയില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. പിന്നെ അത് എവിടെ പോവാനാ എന്ന് ജലജ. നയന, നീ അല്ലേ മാല കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നപ്പോൾ ആദർശി ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല ആദർശമായിട്ടാന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ വീട്ടിൽ എന്തായാലും കള്ളന്മാർ കയറാനുള്ള സാധ്യതയൊന്നും ഇല്ല. പിന്നെ ഈ വീട്ടിൽ ആദ്യത്തെ സംഭവം ഇതെന്നൊക്കെ പറഞ്ഞ് ജലജ പറയുമ്പം ചില ആൾക്കാരൊക്കെ വീടിനകത്ത് കയറിയതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയെ ഉന്നം വയ്ക്കുക. അപ്പോഴേക്കും ഇവർക്കത് മനസ്സിലായി, രണ്ട് മക്കൾക്കും മനസ്സിലായി. ആ സമയത്ത് ദേവയാനിയും അതിനെ ശരിവെച്ചു. സ്വർണം
തിരികെ കിട്ടുന്നത് വരെ ആരെയും വിമർശിക്കരുത് എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. ഈ കല്യാണം തീരുമാനിച്ചപ്പോൾ മുതൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതായിട്ടുള്ളതല്ല എന്ന് ജലജ അന്നേരം പറഞ്ഞു. എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് അതിനുശേഷം അരങ്ങേറിയത്. അതുകൊണ്ട് ഇപ്പം എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാൽ പിന്നെ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയിട്ട് നഷ്ടപ്പെട്ട സ്വർണം കണ്ടുപിടിക്കാൻ നോക്കാം മുത്തശ്ശൻ ജലജയോട് പറഞ്ഞു. ആ സമയത്ത് എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ച് കനക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഒന്നും അറിയില്ല അമ്മേ, പൂജാമുറിയിൽ വെച്ചിരുന്ന മാല കാണുന്നില്ല എന്ന് പറഞ്ഞു. 10 പവൻ്റെ താലിമാലയാ, അതങ്ങനെ മാഞ്ഞൊന്നും പോകുകയില്ല എന്ന് പറഞ്ഞു ദേവയാനി. അതുകൊണ്ടല്ലേ തിരയാൻ പറഞ്ഞെന്ന് മുത്തശ്ശി. എന്നാലും പൂജാമുറിയിലിരുന്ന മാല അവിടുന്ന് ആരും എടുക്കാതെ ഇതിങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ജലജ. സ്വർണത്തോട് ആർത്തിയുള്ള പലരും ഈ വീടിനകത്തുണ്ടെന്ന് പറഞ്ഞ് ജലജ വീണ്ടും ഇവരെ ഇങ്ങനെ ഇതാക്കി പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിന്നോടാ പറഞ്ഞത് നിർത്തിക്കൊള്ളാനെന്ന് മുത്തശ്ശൻ. ആളെ അറിഞ്ഞതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നവരെയാണ് സൂക്ഷിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അന്നേരം ജലജയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണെന്ന് അഭി മനസ്സിൽ ചിന്തിക്കാൻ നേരവേ. നയന നീ ഒന്നുകൂടി പൂജാമുറിയിൽ നോക്കാൻ പറഞ്ഞു ആദർശൻ. അപ്പോൾ ശരി ആദർശേട്ടാന്ന് പറഞ്ഞു നയന വീണ്ടും പൂജാമുറിയിലേക്ക് പോയി. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ജലജ മാത്രം നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജലജ മാത്രം വളരെ ഹാപ്പി ഗേളായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞ് നയന പൂജാമുറിയിലേക്ക് കയറുന്നു. പിന്നെ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി, അതിലില്ല. അവിടെ എല്ലാം ഒന്ന് നോക്കി, അവിടെ ഒന്നുമില്ല. പിന്നെയും ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ നയന നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവിടെ കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു. മാല എവിടെ പോയി എന്നുള്ള അതാണ് മെയിൻ സബ്ജക്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വന്നു. അനി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇതുപോലെ എന്താ വീട്ടിൽ നിന്ന്. അപ്പോൾ അനിയോടും കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിയൊന്ന് നയന വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ നോക്കി മുത്തശ്ശി അവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ നയന. പിന്നെ നീ അത് എവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് എന്ന് ജലജ ചോദിച്ചപ്പം നയന പൂജാമുറിയിൽ വെച്ചെന്നല്ലേ പറഞ്ഞു എന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെ വെച്ച മാല പിന്നെ എന്താ ഓടിപ്പോവാൻ മോനെ, അങ്ങനെ ഓടിപ്പോകാൻ അതിന് കയ്യും കാലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജലജ ഭയങ്കര ഡയലോഗാണ്. അപ്പോൾ പിന്നെ കയ്യും കാലും ഉള്ളവർ അത് മാറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കനകയെ തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും കളവ് പോകുമ്പോൾ ആ വീട്ടിൽ കയറി വന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. അവരെ മറ്റുള്ളവർ എന്താ പറയുന്നത് സംശയിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ നിന്നൊരു മാല കാണാതെ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വല്ലാണ്ട് അങ്ങ് വിഷമിച്ചു. അത് മനസ്സിലാക്കിയ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് പിന്നെ CCTV നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ മാല എടുത്തത് നിൻ്റെ മോനാണ് എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ അഭി ഞെട്ടി. അത് പിന്നെ അവനെടുത്തത് പറയാൻ മറന്നുപോയതല്ലേ. പിന്നെ അവനായിരുന്നല്ലോ ആ ജ്വല്ലറിയുടെ മേൽനോട്ടം. അന്ന് തൊട്ടാ ഇവൻ്റെ മേൽനോട്ടം നിർത്തിയത്. അതുകൊണ്ട് മാല കാണാതെ പോയാൽ ആദ്യം സംശയിക്കേണ്ട ഇവനെയാണെന്ന് ആദർശ് പറഞ്ഞു. അയ്യോ, അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കെട്ടിവെക്കല്ലേ ഏട്ടാ എന്ന് അഭി അന്നേരം ആദർശിനോട് പറയാം. ആരും ആരെയും സംശയിക്കണ്ട. എന്തായാലും അനാമികയുടെ താലിമാല അത് കണ്ടു കിട്ടിയേ മതിയാകുമെന്ന് ദേവയാനി അടിവരയിട്ട് പറയുന്നു. ആ മാല കിട്ടിയില്ലെങ്കിൽ അത് വലിയ ദോഷമാണ് ജാനകി എന്ന് ജലജ. അപ്പം അത് കണ്ടു കിട്ടാതിരിക്കുമ്പോഴല്ലേ ഇവിടെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അതെല്ലായിടത്തും തിരയാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. പിന്നെ പുറത്ത് CCTV ക്യാമറയൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ മാല അന്വേഷണത്തിന് ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ കനകത്തിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണേ. അവന് CCTV നോക്കി. CCTVയിലൊന്നും ആരും ഒന്നും വരുന്നു പോകുന്നൊന്നുമില്ല. നവിയുടെ കൂടെ താമസിച്ച നവിയുടെ സ്വഭാവം കുറച്ചുകൂടി മോശമായൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ആദർശ് നേരം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ ഏട്ടാ, ഇത് മറ്റാരുമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുവാണ് നേരത്തേക്ക് നമ്മുടെ അനി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനി പറഞ്ഞു, അല്ല അടിക്കടി ഇങ്ങനെ ഓരോ നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടേ ഏട്ടാ എന്ന് വെച്ചാൽ നീ എന്ത് ഉദ്ദേശിച്ചെന്ന് ആദർശ് ചോദിച്ചു. അല്ല അത് പിന്നെ അന്ന് അമ്പലത്തിൽ പൂജ നടക്കുമ്പോഴും ഏട്ടനും ഏട്ടത്തെയും ചെയ്തത് പെർഫെക്റ്റ് ആയി. പക്ഷെ ഞാനും അനാമികയും ചെയ്തതേ ആദ്യം പിഴയ്ക്കുന്നത് ഏട്ടനും കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടിപ്പോൾ എന്താ ഈ കല്യാണം വേണ്ടാന്നാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ആദർശ് ചോദിക്കാം. എടാ അതിനുവേണ്ടി നീ എങ്ങാനും ആണോടാ ഇനി ആ മാല എടുത്ത് മാറ്റിയതെന്ന് ചോദിച്ചപ്പം അയ്യോ ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു അനി. ആരെയും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാലവാ എന്നൊക്കെ പറയുന്ന ആദർശിനോട് ഏട്ടൻ എന്നെ ഇങ്ങനെ സംശയിക്കുന്ന സ്ഥിതിക്കാം ഇനിയിപ്പോൾ മാല കിട്ടിയില്ലെങ്കിൽ അത് പോലീസിൽ അറിയിക്കണം എന്നുള്ള കാര്യം പറയാനി. ഈ വീട്ടിലുള്ളവരാണ് പ്രതിയെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും പോലീസിൽ അറിയിച്ച് തന്നെയേ പറ്റുള്ളൂ. നീ അത് അനാമികയ്ക്ക് ഇടേണ്ട താലിമാലയാ, അത് കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലാതെ ഒരു ഇതുമില്ലടാ എന്നും പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ എനിക്കത് കുറേയൊക്കെ സന്തോഷമാണ് ഇത് കിട്ടാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച്. ഈ സമയത്ത് ജലജ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ തപ്പി തേടി ഇങ്ങനെ വരും, ആരെങ്കിലും കാണുന്നുണ്ടോ, ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇതൊക്കെ. എന്നിട്ട് ആശാത്ത് ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അതിലിങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ജലജയാണെങ്കിൽ ആ മാല എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ച് ആ ഒരു ഇത് കയ്യിലെടുത്തതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.